മാസങ്ങളായിട്ട് സ്കൂളിൻ്റെ മുമ്പിൽ പട്ടിക്കൂടിനകത്ത് പെട്ടി പണിഞ്ഞ് അതിനകത്ത് വാരിക്കൂട്ടി വെച്ചിരുന്ന വേസ്റ്റ് ഇന്ന് എൻ്റെ വീഡിയോ വന്നതിൻ്റെ പുറകെ തന്നെ എന്തായാലും ഭരണസമിതി പഞ്ചായത്ത് ഭരണക്കാർ വാരിക്കെട്ടിക്കൊണ്ട് പോയി. അത് വളരെ മ്ലേച്ഛമായി പോയില്ലയോ സഹാക്കന്മാരെ? ഒന്നിലും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം, ഇല്ല വല്ലവനും അതൊക്കെ എടുത്ത് പറയുന്ന ഉടനെ ഇമ്പാക്റ്റ് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതൊരു ഇമ്പാക്റ്റ് വീഡിയോ ആയിട്ട് കൂട്ടാം. അപ്പോൾ അങ്ങനെ വാരിക്കെട്ടിക്കൊണ്ട് പോയി. അതെനിക്ക് എപ്പോഴാണ് തോന്നിയെന്നറിയോ? അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ നിങ്ങൾ പോലീസിനെ കൊണ്ട് വിളിപ്പിച്ചില്ലയോ എനിക്കെതിരെ കേസെടുക്കുമെന്ന്? അപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ചങ്കിൽ തന്നെ അത് കയറി കുത്തിയെന്നുള്ളത്. നല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ചുമ്മാ ഇരിക്കുന്ന എൻ്റെ കൂതിക്കൊണ്ട് ചുണ്ണാമ്പ് തേക്കാൻ വരരുതേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കേട്ടില്ല. അനുഭവിക്കൂ. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ പറ്റിയാണ് ഇപ്പം നമ്മുടെ ചാനലിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇത്തരം പട്ടിക്കൂടുകളുണ്ടാക്കി ഇതിനകത്ത് വാരി സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ സൈഡിൽ വളർന്നു കിടക്കുന്ന ആ വള്ളിയൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഇത് മാസങ്ങളായിട്ട് ഇതിനകത്ത് ഇരിക്കുകയായിരുന്നു. ആരും തൊടുന്നില്ല. ഇതിങ്ങനെ നമ്മൾ കരുതുന്നത് നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി കൊടുക്കുന്ന ഇവർ അതുപോലെ തന്നെ എങ്ങാണ്ട് കൊണ്ടുപോയി ഡംപ് ചെയ്യുവാണെന്നാണ്. അതെങ്ങനെ അവർ കൊണ്ടുപോയി സൂക്ഷിക്കുന്നതെന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ ഇതാണ് താഴെ കിടക്കുന്നുണ്ടോ, നമ്മുടെ വീഡിയോ വന്നതിൻ്റെ തൊട്ട് പുറകെ വന്നിട്ട് ഇതെല്ലാം വാരിപ്പറക്കൊണ്ട് പോയി. പക്ഷെ വാരിപ്പറക്കൊണ്ട് പോകുമ്പോൾ എന്താ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലും ഇവിടെ എല്ലാം വന്നിട്ട് ആ വേസ്റ്റ് വാരി ഇട്ടേക്കാണ്. കണ്ടോ? ഇതാണ് ഈ ഹരിതകർമ്മസേനയുടെ യഥാർത്ഥ പ്രവർത്തനമെന്ന് നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. എന്തെങ്കിലും ആട്ടെ, നമ്മുടെ ചാനലിൽ വാർത്ത വന്നതിന് ശേഷം പെട്ടെന്ന് ചടപടാതെ നടപടി ഉണ്ടായി. കണ്ടോ? രാവിലത്തെ വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലാകും. ഇതേ കണ്ടോ? അത്രയും നടന്നല്ലോ. പക്ഷേ ഈ വേസ്റ്റ് ഇതുപോലെ ഇതാണോ മാനേജ്മെൻറ്റ്? ഇങ്ങനെ വേസ്റ്റ് വാരി ഇടുന്നതാണ് വേസ്റ്റ് മാനേജ്മെൻറ്റും ഈ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളുമെന്ന് നിങ്ങൾ വിലയിരുത്തണം. നമ്മൾ കഴുകി വൃത്തിയാക്കി കൊടുക്കുന്ന പാല് കവറുകളാണ് തണ്ടി കിടക്കുന്നതെല്ലാം. കണ്ടോ? പാല് കവറ്, കപ്പ്. ഓരോ സഹാക്കന്മാർ ന്യായീകരിക്കാൻ വന്ന് എന്തെല്ലാമാണ് ന്യായീകരിക്കുന്നത്? ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, തേങ്ങ ചെയ്യുന്നു, മാങ്ങ ചെയ്യുന്നതെന്ന് അവന്മാരെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഇതിരുന്നത്. കണ്ടോ? കണ്ട ചാക്കിനകത്ത് എന്താ ബാക്കി കിടക്കുക, അത് കൊണ്ടുപോയില്ല. പേപ്പറാന്ന് തോന്നുന്നു, കാർഡ്ബോർഡ് കവറുകൾ. ഇതെന്നാണ്ടോ കിടക്കുന്നുണ്ടോ? ഇത് ഓരോ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ഡംപ് ചെയ്തിരുന്ന സാധനമാണ്. ഇതിൻ്റെ പരിസരം കണ്ടോ? ഈ സ്കൂളാണെന്നുള്ളൊരു മര്യാദ പോലും പാലിക്കാതാണ് ഇതിൻ്റെ വേസ്റ്റുകൾ വാരി കൂട്ടിയിട്ടേക്കുന്നത്. മ്ലേച്ഛം എന്ന് വേണം പറയാൻ.